ഹൈറിച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ചർച്ചകളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നടക്കുന്നുണ്ട്. കൃത്യമായിട്ട് അനിൽ അക്കര എന്ന് പറയുന്ന വ്യക്തിയെ കോൺഗ്രസിന്റെ നേതാവ് അദ്ദേഹം ഒരുപാട് പേരുടെ പാൻ കാർഡും രേഖകളും ഒക്കെ തൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ കയ്യിൽ എങ്ങനെ എത്തി, ഏത് രീതിയിലാണ് എത്തിയത്, മറ്റുള്ളവരുടെ സ്വകാര്യ ഡാറ്റ സൂക്ഷിക്കാൻ പാടുണ്ടോ, അത്തരത്തിലൊക്കെയുള്ള ചോദ്യങ്ങൾ വളരെ ശക്തമായിട്ട് സമൂഹത്തിന് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അനിൽ അക്കരയ്ക്കെതിരെ കേസ് കൊടുക്കാനുള്ള വകുപ്പ് അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. മറ്റുള്ളവരുടെ ഒരു ഡാറ്റ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുക, അതും പ്രത്യേകിച്ച് പാൻ കാർഡ്, ആധാർ കാർഡ് എന്ന് പോലുള്ള സാധനങ്ങളൊക്കെ തൻ്റെ കയ്യിലുണ്ട് എന്ന് വീമ്പളക്കിയ ഒരു നേതാവിനെതിരെ എത്ര ആളുകളായാലും ഹൈറിച്ചുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും കേസ് കൊടുക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഡാറ്റ എങ്ങനെയാണ് നിങ്ങൾ സൂക്ഷിക്കുക? ആ ഒരു ചോദ്യം അനിൽ അക്കരയോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ഉത്തരമാണ് അദ്ദേഹത്തിന് പറയാനുണ്ടാവുക? ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു ലൂപ്പ് ഹോൾസ് അവർ തന്നെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് സത്യം. ഇപ്പോൾ കേസുകളൊക്കെ തിരിഞ്ഞ് അദ്ദേഹത്തിനെതിരെ വരും എന്നുള്ളത് 100% ഉറപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പിൽ ആരാണ് സത്യം പറഞ്ഞാൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത് എന്നുള്ളത് തന്നെയാണ് ചോദ്യം. ഹൈറിച്ചാണോ, അല്ല ഹൈറിച്ചിനോട് പണം ആവശ്യപ്പെട്ടിട്ട് പലതും നടക്കാതെ പോയ ചില രാഷ്ട്രീയ നേതാക്കളാണോ എന്നുള്ളത് തന്നെയാണ് ഇവിടെ ചോദ്യം. ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്ന് ഹൈറിച്ചുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം. കൃത്യമായിട്ട് നമ്മൾ കൊടുത്ത പൈസയ്ക്കുള്ള പേ ഔട്ടുകൾ കേസ് വരുന്നതിന് തൊട്ട് മുമ്പേ വരെ നമുക്ക് കിട്ടിയിരുന്നു. കേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഹൈറിച്ചിനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഫ്രീസ് ചെയ്തു. പിന്നെ കോടതിയുടെ കയ്യിലാണ് തീരുമാനം. ഇപ്പോഴാണെങ്കിൽ കോടതി പല രീതിയിലുള്ള അനുകൂലമായിട്ടുള്ള വിധികളാണ് വന്നത്. പക്ഷെ അതൊക്കെ രാത്രിക്ക് രാത്രി ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം തകിടം മറിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥ വൃന്ദം എല്ലാം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഹൈറിച്ച് എന്ത് ദോഷമാണ് ചെയ്തത്? അപ്പോൾ ഇവരല്ല ഒരു വ്യക്തി ഇതിനെതിരെ കളിക്കുന്നത്. നസീർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വോയിസ് ഒക്കെ നിങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ടാവും. അദ്ദേഹമാണ് ഇതിനെതിരെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് മനസ്സിലാവുന്നില്ല. അപ്പം സ്വന്തം ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ അത് വിജയിപ്പിക്കാൻ മറ്റൊന്നിനെ തകർക്കാനല്ല നോക്കേണ്ടത്. ആ തകർക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ അവർ സ്വന്തം ബിസിനസ്സിൻ്റെ അത് വിജയിപ്പിക്കാനല്ലേ നോക്കേണ്ടത്. ഇത്തരം ആളുകൾ, ഫ്രോഡുകളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. എന്ത് തന്നെയായാലും ഞാൻ ആദ്യം പറയുന്നതും അതിന് നമ്മൾ പോസിറ്റീവാണ്, നമ്മൾ കാത്തിരിക്കും.